പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏറ്റവും അധികം വാർത്ത നൽകിയ ചാനൽ ഏതെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമാണ് ഉള്ളത്. അത് റിപ്പോർട്ടർ TV എന്നതാണ്. സംസ്ഥാനത്തെ CPM-നെ വെള്ളപൂശുക എന്നതാണ് ഇപ്പോൾ റിപ്പോർട്ടർ TVയുടെ ജോലി. കൈരളി ചെയ്യുന്നതിനേക്കാൾ വെടിപ്പായി അത് റിപ്പോർട്ടർ TV ചെയ്യുന്നുമുണ്ട്. അത് ഫലം ആ ചാനലിന് കിട്ടുന്നുണ്ടെന്ന് പറയേണ്ടി വരും. TRP റേറ്റിംഗ് ഒരു സമയത്ത് 1-ാം സ്ഥാനത്ത് വരെ റിപ്പോർട്ടർ TV എത്തി. ഇതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക ആരോപണം ഉയർന്നു വന്നത്. കാത്തിരുന്ന് കിട്ടിയ ഇര എന്ന രീതിയിൽ മാങ്കൂട്ടത്തിനെതിരെ 24 മണിക്കൂറും പ്രത്യേക ബുള്ളറ്റിൻ ഇറക്കുകയാണ് റിപ്പോർട്ടർ ചാനൽ പക വീട്ടിയത്. ഡോക്ടർ അരുൺകുമാറും സംഘവും വളഞ്ഞാക്രമിച്ചിട്ടും തളരാതെ പിടിച്ചു നിന്ന മാങ്കൂട്ടത്തിൽ വീണ്ടും പാലക്കാട് MLA എന്ന നിലയിൽ സജീവമാകുമ്പോൾ റിപ്പോർട്ടർ ചാനൽ എങ്ങനെ സഹിക്കും? കിട്ടിയ ഗ്യാപ്പിൽ വീണ്ടും മാങ്കൂട്ടത്തിലിനെ പൂട്ടാനുള്ള തന്ത്രവുമായി റിപ്പോർട്ടർ ചാനൽ പാലക്കാട് തന്നെ തമ്പടിച്ച സമയത്താണ് MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുക വിനിയോഗിച്ച് നിർമ്മിച്ച റോഡ് ഉദ്ഘാടനം ചെയ്യാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത്. ഇതറിഞ്ഞ് തടയാൻ DYFI പ്രവർത്തകർ കൂടി എത്തിയതോടെ രംഗം വഷളായി. എന്നാൽ ഉദ്ഘാടനം ഭംഗിയായി പൂർത്തിയാക്കി മടങ്ങാൻ തുടങ്ങിയ MLA-യെ റിപ്പോർട്ടർ അടക്കമുള്ള ചാനലുകൾ വളഞ്ഞു. എന്നാൽ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കൃത്യമായ മറുപടിയിലൂടെയാണ് ആക്രമണത്തെ ചെറുത്തത്. ആ വീഡിയോ കണ്ടു നോക്കാം. പാലക്കാടുകാരോട് പറയേണ്ടതൊക്കെ അവരോട് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അവരോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതെല്ലാം ഞാൻ ഓൾറെഡി മറുപടി പറഞ്ഞു. താങ്കൾ മറുപടി പറയാത്തത് അതായത് പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പറയും. 1. 2, നിയമപരമായി നേരിടേണ്ട കാര്യങ്ങളെ ഈ രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയിൽ നിയമപരമായി നേരിടും. ജനങ്ങളോട് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും പറയേണ്ട കൃത്യമായ സമയത്ത് ജനങ്ങളോട് പറയും. 3-ാമത്തെ കാര്യം, നിങ്ങളെല്ലാവരും കൂടെ താല്പര്യം എടുത്തിട്ട് ഒരു അന്വേഷണം നടക്കുന്നുണ്ടല്ലോ, ആ അന്വേഷണം മുന്നോട്ട് പോകട്ടെ. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായി പ്രിയപ്പെട്ട തൃശൂർ ജില്ലാ യൂത്ത് കോൺഗ്രസിന്റെ മുൻ പ്രസിഡന്റായും ജില്ലാ KSU കമ്മിറ്റിയുടെ മുൻ ഉപാധ്യക്ഷനായും എൻ്റെ കമ്മിറ്റിയിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷനായിട്ടുമൊക്കെ പ്രവർത്തിച്ച ഉജ്ജ്വല സംഘാടകൻ ശ്രീ OJ ജനീഷ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ജനീഷിന്റെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായിട്ടുള്ള പ്രവർത്തനം ഏറ്റവും മികച്ചതായിരിക്കുമെന്ന് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട്. ശ്രീ ഷാഫി പറമ്പിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരിക്കുന്ന കാലത്ത് ഞാനന്ന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ്. തൃശ്ശൂരിൽ സംസ്ഥാന സമ്മേളനം അത് സംഘടിപ്പിക്കുന്നത് ജനീഷിന്റെ കൂടി സംഘാടക മികവിനെ കണ്ടിട്ടാണ്. ഉജ്ജ്വലമായ ചരിത്രത്തിന്റെ ഭാഗമായി മാറിയ ആ സമ്മേളനത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് ശ്രീ ജനീഷ്. അതുപോലെ തന്നെ ലോ കോളേജിലെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ക്രൂരമായ SFIയുടെ മർദ്ദനങ്ങൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള, ഒരു തവണ ലൈഫ് ത്രെറ്റ് പോലും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ്. ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരിക്കുന്ന കാലയളവിൽ എന്നോടൊപ്പം സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഏറ്റവും ഉജ്ജ്വലമായി അതിൻ്റെ എല്ലാവിധമായ സുഖത്തിലും ദുഃഖത്തിലും ഒപ്പം നിന്നിട്ടുള്ള സഹപ്രവർത്തനാണ്. അദ്ദേഹത്തിൻ്റെ പുതിയ ഭാരവാഹിത്വത്തെ സ്വാഗതം ചെയ്യുന്നു, അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ബിനു ചുള്ളിയിൽ, ദേശീയ കമ്മിറ്റിയുടെ സെക്രട്ടറിമാരായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ അബിൻ വർക്കി, ശ്രീ KM അഭിജിത്ത് അടക്കമുള്ളൊരു നല്ല ടീം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജനവിരുദ്ധമായ ഈ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയുടെ മുന്നണിയെ നിലംപരിശാക്കുവാൻ കഴിയുന്നവർ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന ഉജ്ജ്വലമായ ടീം വന്നു. ആ ടീം ആരോപണം വന്നതിന് ശേഷം താങ്കൾ മാധ്യമങ്ങളെ കണ്ട ഓരോ തവണയും ഉണ്ടായ ചോദ്യമാണ്, ഇതിൽ വ്യക്തത വരുത്തുന്നില്ല. ഓഡിയോ സംഭാഷണം അതായത് എനിക്ക് പറയാനുള്ള മറുപടി